ഖത്തറിനെ പറ്റി 3ഓളം വീഡിയോ ഇന്നത്തെ പാക്കേജിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഒന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്, ഖത്തർ അമീർ, അതായത് ഖത്തർ രാജാവ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിൻ്റെ കേരളത്തിലെ വിദേശകാര്യ ലേഖകൻ അനിൽ മുഹമ്മദ് ഒരു കാര്യം പറഞ്ഞു. അതിൻ്റെ റിപ്ലൈ ഞാൻ തരാം. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയതിനെ പറ്റി എയർപോർട്ടിൽ. അതേപോലെ തന്നെ ഖത്തറുമായി ബന്ധപ്പെട്ട് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹം അമേരിക്കൻ ജേർണലിസ്റ്റ് കാൾസൺ ടക്കർ, നേരത്തെ ഫോക്സ് ന്യൂസ് ആങ്കറായിരുന്നു, അദ്ദേഹത്തിന് കൊടുത്ത ഇൻ്റർവ്യൂ ഉണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുക. പക്ഷേ ഇപ്പോൾ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ അമേരിക്കയും ഹമാസുമായിട്ട് ഡയറക്റ്റ് ടോക്സ് നടത്താൻ ധാരണയായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി, അതായത് അവിടുത്തെ കിങ് കഴിഞ്ഞ് അടുത്തയാൾ, അദ്ദേഹം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം ഒരു ഭയന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതായത് അമേരിക്ക പറഞ്ഞിട്ടാണ് ഹമാസിൻ്റെ ഓഫീസ് ഖത്തറിൽ തുടങ്ങിയത്. അമേരിക്കൻ മീഡിയയും മറ്റുള്ള രാജ്യങ്ങളും ഖത്തറിനെ കുറ്റപ്പെടുത്തരുത്, ഞങ്ങൾ ടെററിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നു, ഭയം കണ്ടോണം. ഇത് സൈക്കോളജിക്കൽ, ബേസിക്കലി ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഖത്തർ പൂർണ്ണമായിട്ടും ഭയന്നു. ഇനി നോക്കുക, ഈ ടോക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 2 വെന്യൂ ആണ്. ഒന്ന് ദോഹയിലുണ്ടായിരിക്കും. ദോഹയിലായിരിക്കുമ്പോൾ വെന്യൂ വളരെ കൃത്യമായിട്ട് അമേരിക്കൻ മീഡിയ പറയുന്നുണ്ട്, ഇത് അമേരിക്കൻ ബേസിലായിരിക്കും. അതായത് അമേരിക്കൻ ബേസിൽ നിന്ന് സ്റ്റീഫൻ വിറ്റ്കോഫ്, അതായത് അമേരിക്കൻ മിഡിൽ ഈസ്റ്റേൺ പ്രതിനിധി, പിന്നെ CIA ഉദ്യോഗസ്ഥന്മാർ, ഇവരാ ബേസിൽ നിന്ന് പുറത്തു വരത്തില്ല. ഹമാസിൻ്റെ ആൾക്കാർ അവിടെ ബേസിനകത്ത് വരണം. ഒന്ന്, അതിനകത്ത് ആ ബേസിനകത്ത് ആ സമയത്ത് ഖത്തറിൻ്റെ ഒരു പ്രതിനിധിയും കാണാൻ പാടില്ല. 2, ഇതേപോലെ ടോക്സ് നടക്കും ഈജിപ്തിൽ, അതായത് ഈ ഗാസയുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള ആ ഭാഗത്ത്, അവിടെ ഈജിപ്തും പാടില്ല. നേരിട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഹമാസുമായിട്ട് ബാക്ക്ഡോർ ടോക്സ് നടക്കുകയാണ്. ഇതാണ് സംഭവം. നേരിട്ട് സംസാരം. അതിനകത്ത് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അവരെ ഉൾപ്പെടുത്താത്തതിനെ പറ്റി അവർ പ്രതിഷേധം പറഞ്ഞു കഴിഞ്ഞപ്പോഴും അതൊരു സ്റ്റേജ് മാനേജ്ഡ് പ്രതിഷേധമാണ്. ഈ സ്റ്റീഫൻസ് വിറ്റ്കോഫ് എന്ന് പറയുന്നയാൾ, നിങ്ങൾ അയാളെപ്പറ്റി മനസ്സിലാക്കണം, മിഡിൽ ഈസ്റ്റിൻ്റെ എൻവോയിയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ. ഇദ്ദേഹം ഒരു ഹാർഡ് കോർ ജൂയിഷാണ്. ഇത് ന്യൂയോർക്കിലെ ബ്രോൺസിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ കൂടിയാണ്. അയാൾ തന്നെയാണ് ഒരിക്കലും സെറ്റിൽമെൻറ്റിന് വേണ്ടി നേരത്തെ പണമില്ലാഞ്ഞ് ഇസ്രായേലിലെ പണം സ്വന്തം കയ്യിൽ നിന്ന് കൊടുത്തയാളാണ്. അപ്പോൾ അയാൾ നേരിട്ട് നടത്തുന്ന ഈ കോൺവെർസേഷൻ, അതായത് നെഗോസിയേഷൻ എന്ന് പറയുന്നത് ടഫായിരിക്കും. ഈ പറയുന്ന പോലെ ഖത്തറിൻ്റെ മീഡിയേറ്റർ റോളും പകുതി അവിടെയും പകുതി ഇവിടെയും, കുറച്ച് സുഡാപ്പികൾക്ക് ആ സംഭവമില്ല. നേരിട്ടുള്ള ടോക്സ്. ടോക്സിന് വേറെ പ്രത്യേകതയുണ്ട്. ഈ ടോക്സിന് മുമ്പായിട്ട് ട്രംപ് ഒരു വാൺ ചെയ്തിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ അവരെ വിടുക, ഗാസ ഒഴിയുക. അതായത് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക, ഗാസയിൽ നിന്ന് മാറിപ്പോവുക. റിലീസ് ചെയ്തിട്ട് ഗാസയിൽ നിന്ന് മാറിപ്പോകാനാണ് പറഞ്ഞേക്കുന്നത്. കൃത്യമാണ്, നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോണം. അത് കണക്ക് കൂട്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക, ഗാസയിൽ നിന്ന് മാറിപ്പോവുക, അമേരിക്ക ഏറ്റെടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അനുഭവിച്ചോണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചില അമേരിക്കൻ മീഡിയയിലൊക്കെ വാർത്ത വരുന്നുണ്ട്. ഇസ്രായേലി മീഡിയയിൽ അമേരിക്ക ശരിക്കും വെപ്പൺസ് അങ്ങ് കൊടുത്തു. അതായത് ഈ ബിൽഡിങ്ങുകളൊക്കെ അടിച്ച് പൊടിച്ച് തവിട് പൊടിയാക്കുന്ന വെപ്പൺസ് കൊടുത്തു കഴിയും. ഇപ്പം ഈ പറയുന്ന ടണലും കിണലും ഒക്കെ ഏകദേശം എത്രയോ കിലോമീറ്റർ ദൂരം പൊട്ടിച്ച് നാശമാക്കുന്ന വലിയ ബോംബ്സ് വരെ കൊടുത്തു. മദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ന്യൂക്ലിയർ വെപ്പൺസ് പോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് പൊട്ടിച്ചെറിച്ച് നശിക്കുന്ന സാധനം. ഇതെല്ലാം കൊടുത്തിട്ടാണ് ട്രംപ് പറഞ്ഞത്, ഒന്നില്ലെങ്കിൽ അവിടെ ഹോസ്റ്റേജസിനെ തരിക, എന്നിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക, അതിന് ഞങ്ങൾ സമയം തരും, അതായത് ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്.
ഇതിന് ഈ വാറിനകത്ത് ചിലപ്പോൾ ഇസ്രായേൽ കാണത്തില്ലായിരിക്കും. നേരിട്ട് അമേരിക്ക കയറി ഇടപെടുകയാണ് ഡയറക്റ്റായിട്ട്. അതായത് പൊട്ടൻഷ്യലായിട്ടാണ് ത്രെട്ട്. ഇതാണ് വാൺ ചെയ്തിരിക്കുന്ന ഖത്തറിന് നിങ്ങളുടെ ആവശ്യമില്ല, ഞങ്ങൾക്കറിയാം എങ്ങനെ ചെയ്യണം. ഇനി എടുക്കുക, സ്റ്റീഫൻ വിറ്റ്കോഫ് വന്ന ശേഷം, അതായത് ചാർജ് എടുത്ത ശേഷം ഒരു പ്രാവശ്യമായിട്ട് പോലും ഖത്തറിൻ്റെ അമീറിനെ കാണാൻ പോയില്ല. ഖത്തറിൽ പോയിട്ട് പോലും അയാൾ ആ ക്യാമ്പിൽ നിന്ന്, അതായത് അമേരിക്കൻ ബേസിൽ നിന്ന് പുറത്തു പോയില്ല. ഇയാളെ കാണാൻ വേണ്ടി ഖത്തർ വിദേശകാര്യ ഉപമന്ത്രി, പ്രധാനമന്ത്രി എല്ലാം കൂടെ ഒരാളാണ്. അയാൾ അങ്ങോട്ട് പോയി കണ്ടു. എന്താണ് ട്രംപ് എന്നും എന്താണ് അമേരിക്കൻ പവർ എന്നും അവർ കാണിച്ചു കൊടുത്തു. ഇവിടെയാണ് ഖത്തർ ഭയന്ന് പോയത്. നിങ്ങൾ നേരത്തെ പല വാർത്തകളും വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് കാണാൻ സാധിക്കും. ആൻ്റണി ബ്ലിങ്കൻ എപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോയാലും അവിടെ ഖത്തർ അമീറിനെ ഈ വിദേശകാര്യമന്ത്രിയും കാണാൻ അവരുടെ ഓഫീസിലോട്ട് പോകാറുണ്ട്. ഇവിടെ നേരെ തിരിച്ചായി. അയാൾ അമേരിക്കൻ ബേസിൽ നിന്ന്, കാരണം അമേരിക്കയുടെ ബേസാണ്. എന്നിട്ട് വാർണിംഗ്, ക്രിസ്റ്റൽ ക്ലിയർ ആ വാർണിംഗ് ഇസ്രായേലി പത്രത്തിൽ വന്നിട്ടുണ്ട്. നിന്റെ സെക്യൂരിറ്റി ഞാനാ തരുന്നേ, ഞാൻ പറയുന്നത് നീ കേട്ടോണം, നീ പറയുന്നത് ഞാൻ കേൾക്കില്ല, ഞാൻ പറയുന്നത് അനുസരിച്ചോണം. ഇത് തന്നെയാണ് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളോട്. ഖത്തറിന് ഭയമായി. കാരണം ഇത് കഴിയുകയും ഈ ഡീലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അമേരിക്കൻ ബേസ് മാറ്റും. അതായത് ഖത്തറിൽ നിന്ന് മാറ്റും. ഖത്തറിന് 100% അമേരിക്ക പണി കൊടുക്കും എന്നുള്ളത് വളരെ റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണ്. അതുകൊണ്ടാണ് ഖത്തറിനെ കംപ്ലീറ്റ് ഹമാസിൻ്റെ ഡീലിൽ നിന്ന് മാറ്റിയത്. പെട്ടെന്ന് ഖത്തർ അത് റിയാക്റ്റ് ചെയ്തു. അമേരിക്ക പറഞ്ഞിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയത്, ഇവർക്ക് ഓഫീസ് തുടങ്ങിയത്, ഇവർക്ക് സഹായം ചെയ്തത്. ഇപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു, ഞങ്ങൾ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതേ രീതിയിൽ കാരണം ഭയം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ പറയുകയാണെങ്കിലും കേരളത്തിലെ സുഡാപ്പികൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്തുവാണ് ഈ പറയുന്നതെന്ന്. കാരണം അയാൾ സറണ്ടർ ചെയ്തു. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഖത്തർ സറണ്ടർ മൂഡിലോട്ട് പോയി. ഇനി അവർക്ക് അതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റത്തില്ല. അമേരിക്ക നേരിട്ട് ഇടപെടുകയാണ്. അതായത് ഒരു മീഡിയേറ്റേഴ്സിനെ വേണ്ട, ഹമാസിനെ അവർ ഡീൽ ചെയ്തോളാം, നിങ്ങളുടെ ആവശ്യമില്ല. അതായത് കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഹമാസിനെ ഇവിടുന്ന് പുറത്താതെ നിങ്ങളുടെ കാര്യം ഞങ്ങളുടെ കാര്യം ചെയ്യും. ഇതാണ് കൃത്യമായിട്ടുള്ള വാൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഉക്രൈന് വാണിംഗ് കൊടുത്തത്. ഒറ്റ വാണിംഗേ കൊടുത്തുള്ളൂ ട്രംപ്. ഉക്രൈനിൽ നിന്നും അമേരിക്കൻ ഇൻ്റലിജൻസും ഈ പറയുന്ന സ്പൈ സാറ്റലൈറ്റിൻ്റെ ഇമേജസ് മുഴുവനും മാറ്റി. റഷ്യ ഒരൊറ്റ അടി അടിച്ചു, പല സിറ്റികളിൽ പോയി അങ്ങ് ബോംബ് വീണു. കാരണം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ മുഴുവൻ സ്പൈ ഓപ്പറേഷൻ മുഴുവൻ നടത്തിയ അമേരിക്കയായിരുന്നു. അപ്പോഴല്ലേ ഉക്രൈൻ പ്രസിഡന്റ് കാലെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുക സുഡാപ്പികളെ. കാരണം ഒരു രാജ്യത്തിൻ്റെ ടെക്നോളജിയും ഹൈ എൻഡ് വാർ വെപ്പൺസും ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ അമേരിക്ക കൈകാര്യം ചെയ്യുന്നത്. അമേരിക്ക അവിടുന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നാളെ ഖത്തറിൽ ആരും കയറി ഉരുട്ടും, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സുഡാപ്പികളുടെ വലിയ രാജ്യമായിട്ട് സുഡാപ്പി രാജാവ് പറയുന്നതൊന്നും അല്ല. എന്തിനാ ഈ ഇവരങ്ങ് സറണ്ടറായത്, താപ്പോട്ട് പോയത്? ഇപ്പം ഹമാസ് അതിനുശേഷം അതിന് ഇൻ്റർവ്യൂ പറഞ്ഞു കേട്ടു, ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാതെ പോകണം. ഖത്തറാ പറയുന്നത്. നേരത്തെ തിരിച്ചു പറഞ്ഞു, ട്രംപിനുള്ള പേടി. കാരണം ട്രംപ് ഇറാനെ ശരിയാക്കുമെന്നറിയാം. ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക. ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഈ ഖത്തറിൻ്റെ റോളെന്ന് പറയുന്നത് 0. അവരെന്ത് ചെയ്യാൻ പറ്റും? കാരണം സെക്യൂരിറ്റി അമേരിക്കയ്ക്ക് വേണ്ടി അവർ പല ഓഫീസുകൾ അവിടെ തുറന്നു വെച്ച് കൊടുത്തിട്ടുണ്ട്, അവർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് എക്സ്പോസായി. കാരണം ഇവർ വഹാബിസം ടെററിസത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ലോകത്ത് ടെറർ വളർത്തുന്നതിൽ ഖത്തറിന് നിർണായക സ്വാധീനമുണ്ട്, ഫണ്ട് ചെയ്യുന്നു. ഇത് ഓരോന്നും പുറത്തു വന്നു കഴിയുമ്പോഴാണ് ട്രംപ് കയറി വരുന്നത്. ഇപ്പോൾ ട്രംപിൻ്റെ താക്കീത്, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു സീനിയറായിട്ടുള്ള എൻവോയ് ഈ പറയുന്ന UAE പോകുന്നു, സൗദി അറേബ്യ പോകുന്നു, എല്ലായിടത്തും പോകുന്നു. ഖത്തറിൽ മാത്രം വരുന്നില്ല. വന്നു കഴിഞ്ഞാലും അവരുടെ ബേസിലിരിക്കുന്നു.
ഇതാണ് വാണിംഗ് എന്ന് പറയുന്നത്. അതായത് വരാൻ പോകുന്ന ആൻറ്റിസിപ്പേഷൻ കൊടുത്തു കഴിഞ്ഞു. വരാൻ പോകുന്ന ദിവസങ്ങൾ ഖത്തർ ഏർപ്പെടാൻ പോകുന്നത് അമേരിക്കയോടാണ്, ഇസ്രായേലിനോടല്ല. ആ പഴയ ജാടയും നമ്പരും പരിപാടിയൊന്നും നടക്കത്തില്ല. ഇതാണ് വാൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഖത്തർ എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ അതിന് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ഖത്തർ ഒരു ചെറിയ രാജ്യമാണ്, ഞങ്ങൾക്ക് ഈ പറയുന്ന കേപ്പബിലിറ്റി ഒന്നുമില്ല, ഞങ്ങളുടെ പണമുണ്ട്, പക്ഷെ സെക്യൂരിറ്റി ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ പറയുന്ന ഖത്തറിനെ വലിയ സംഭവമാക്കി നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളവിടെ ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു ജോലി തരുന്നുണ്ട്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതൊക്കെ അവരുടെ ആവശ്യമാണ്. പക്ഷേ ഈ സുഡാപ്പികൾ ഈ പറഞ്ഞു വെക്കുന്ന സംഭവമൊന്നുമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. അമേരിക്ക സൂപ്പർ പവറാണ്. അവർ അമേരിക്കയുടെ ശത്രുവാകുന്നു, ഇസ്രായേലിൻ്റെ ശത്രുവാകുന്നു, നേരത്തെ UAE ശത്രുവായി, സൗദിയുടെ ശത്രുവായി, അവിടെയുള്ള എല്ലാ രാജ്യങ്ങളുടെ ശത്രുവായി. ഇനിയാണ് ഗെയിം കാണാൻ പോകുന്നത്. ഏത് രീതിയിലാണ് ഇത് പോകുന്നത്? ഒരു കാര്യത്തിൽ ഉറപ്പം, ഗാസയുടെ വെടി തീർത്ത് കളയും. കാരണം ഒന്നില്ലെങ്കിൽ ഗാസക്കാരന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഹമാസിന്. ഈ സാധനങ്ങൾ മുഴുവനും, ഈ പറയുന്ന ഹോസ്റ്റേജസിനെ മുഴുവൻ റിലീസ് ചെയ്യുക, ഗാസയിൽ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ ഈ ഗാസ എന്ന് പറഞ്ഞ ചരിത്രപരമായ സംഭവമായി മാറും. ഇത് അമേരിക്കൻ കസ്റ്റഡിയിലായിരിക്കും, ഇസ്രായേൽ കസ്റ്റഡിയിലായിരിക്കും. ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ ചരിത്രമായിട്ട് ഇങ്ങനെ സംഭവമേ കാണത്തില്ല. ആ രീതിയിലാക്കിയെടുക്കാൻ തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഇസ്രായേലിൻ്റെയും തീരുമാനം. നോക്കുക, യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, പല സ്റ്റേറ്റ്മെൻറ്റും. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നില്ലല്ലോ. കാരണം അവനും പേടിച്ചിരിക്കുക ഉക്രൈൻ വിഷയത്തിൽ. കാരണം ജിയോ പൊളിറ്റിക്സിൻ്റെ പോക്ക് കണ്ടോ? ഉക്രൈൻ വിഷയത്തിൽ അവർ പേടിച്ചിരിക്കുക. കാരണം യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി, അടുത്ത് മറ്റേത് അമേരിക്കൻ ടാരിഫ്. കാരണം ട്രംപ് എന്തും കയറി ചെയ്യും. ഇപ്പം ഈ രാജ്യങ്ങളുടെ നിലനിൽപ്പ് വേണോ, അതോ ഈ ഹമാസിന് വേണ്ടിയും ഈ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി പറയണോ? എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ താല്പര്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആൾക്കാർ പൊട്ടത്തരം ധരിച്ചു വച്ചിരിക്കുന്നതാണ്. കുറച്ച് ഫോർമാലിറ്റീസ് അതൊക്കെ പറയും, അകത്തൂടെ വേറെ ഗെയിമാണ് നടക്കുന്നത്. അതാണ് ഇവിടെ വീണ്ടും വീണ്ടും ഓരോന്നായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.